പസ്റ്റോൺ റിപ്പോർട്ടർ. ശബരിമല നെയ്യ് ക്രമക്കേട് കേസിൽ ദേവസ്വം മുൻ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പ്രതിയാണ്. അജികുമാറും മുരാരി ബാബുവും പ്രതിപട്ടികയിലുണ്ട്. വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, നേരത്തെ തന്നെ പി എസ് പ്രശാന്ത് ഇതിൽ പ്രതിയാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രതി ചേർത്ത് കഴിഞ്ഞു അല്ലേ? സ്മൃതി, തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയാണ് പി എസ് പ്രശാന്തിനെ കുരുക്കായി വീണ്ടും ശബരിമലയിലെ നെയ്യ് ഇടപാടം വന്നിരിക്കുന്നത്. മിൽമയിൽ നിന്ന് ഈ നെയ്യ് വാങ്ങിയ ടെൻഡറിൽ ഉൾപ്പെടെ ഗുരുതരമായ പിഴവുണ്ടായിട്ടുണ്ട്, ക്രമക്കേടുണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായും വിജിലൻസ് കണ്ടെത്തിയ കാര്യം. ദേവസ്വം വിജിലൻസ് ആണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വിജിലൻസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങുകയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കെ ബോർഡ് അംഗമായിരുന്ന അജികുമാറും അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവുമാണ് പ്രതിപട്ടികയിലുള്ളത്. 2 മാസം മുമ്പ് മുരാരി ബാബു അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു. നിലവിൽ ഈ പി എസ് പ്രശാന്തിനും അജികുമാറിനുമാണ് പ്രധാനമായും ഇതിൽ കുരുക്കായി വരുന്നത്. ഈ നെയ്യ് ക്രമക്കേടിൽ വലിയ ഗുരുതരമായ ഈ ഫണ്ട് വിനിയോഗത്തിൽ ഉൾപ്പെടെ പാളിച്ചകൾ സംഭവിച്ചു എന്നതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന കാര്യം. കാരണം 375 രൂപയ്ക്ക് നെയ്യ് നൽകാമെന്ന് സ്വകാര്യ കമ്പനി പറഞ്ഞിട്ടും ആ ടെൻഡർ സ്വീകരിക്കാതെ 315 രൂപയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങുകയായിരുന്നു. ഈ ഇനത്തിൽ ഏകദേശം 2,30,00,000-ഓളം രൂപ ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടായി എന്നതാണ് പ്രധാനമായും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അന്ന് ഈ ഫയലുകൾ നീക്കിയത് മുരാരി ബാബു ആയിരുന്നു. ആ ഫയലുകളുമായി ബന്ധപ്പെട്ട തുടർ നടപടിക്ക് അനുമതി നൽകിയത് പി എസ് പ്രശാന്തുമായിരുന്നു. അങ്ങനെയാണ് പി എസ് പ്രശാന്തും ഒപ്പം ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും പ്രതി ചേർക്കാൻ തീരുമാനിച്ചതും ഇപ്പോൾ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടുകൂടി തന്നെ നിലവിൽ ജയിലിൽ കഴിയുന്ന പി എസ് പ്രശാന്തിനെയും അജികുമാറിനെയും ജയിലിലെത്തി മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്കും പോകും. ഇപ്പോൾ ഈ സംസ്ഥാന വിജിലൻസും ഒപ്പം ദേവസ്വം വിജിലൻസും നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ശബരിമല നെയ്യ് ക്രമക്കേട് കേസിലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതിയെ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അജികുമാറും മുരാരി ബാബുവും പ്രതിപട്ടികയിലുണ്ട്. വിജിലൻസ് എഫ്ഐആർ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ആ വാർത്തയാണ് MG പ്രതീഷ് നൽകിയത്.